പാഠം 10 കഴിഞ്ഞു. കംപ്ലീറ്റ് ആയില്ലേ? ചാപ്റ്റർ കഴിഞ്ഞു. അതിന്റെ വർക്കും കഴിഞ്ഞില്ലേ മക്കളെ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ആരെങ്കിലും ഒരാൾ പറഞ്ഞ്. അലൻ മാത്യു. കഴിഞ്ഞു മിസ്. വർക്കും നമ്മളെല്ലാം പറഞ്ഞില്ലേ? ഓക്കെ. ഈ പാഠം 11. എന്താ പാഠം 11? എന്താ പാഠത്തിന്റെ പേര്? ഏതാ പില്ലു? എന്താ? നാലാമത്തെ ഇല്ല, പൂരിക്കണം മുതലേ അത് മിസ് ചെയ്തിട്ടില്ല. അത് ചെയ്തിട്ടുള്ളേ? മൂന്നാമത്തേല് കാഴ്ചക്കാരെ ചെയ്തു. ജഗണികൾ അതും പിന്നെ പൂരിപ്പിക്കണം. 6 മുതൽ വർക്കുകൾ ഉണ്ട്. ആണോ? ഷിഫാനയോ? ഓക്കെ. വിശേഷണങ്ങൾ കണ്ടെത്താം. കായൽ. കായലിന്റെ വിശേഷണം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ? നീലക്കണ്ണാടി പോലെ കിടക്കുന്ന കായൽ. എന്താ കായലിന്റെ വിശേഷണം? പറഞ്ഞേ. നീലക്കണ്ണാടി പോലെ കിടക്കുന്ന കായൽ അല്ലേ? അടുത്ത നോക്കിയേ. ഇതുപോലെ താഴെ കൊടുത്തവയ്ക്ക് നൽകിയ വിശേഷണങ്ങൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അതായത് ഈ പാഠത്തില് താഴെ 2-3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിനെ വിശേഷണങ്ങളും വിശേഷിപ്പിച്ചുകൊണ്ടാണ് അതിനെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കായലിനെ എങ്ങനെയാ വിശേഷിപ്പിച്ചിരിക്കുന്നത്? നീലക്കണ്ണാടി പോലെ കിടക്കുന്ന കായൽ. അതുപോലെ കാഴ്ചക്കാരനെ എന്നാ വിശേഷിപ്പിച്ചേ? ഒന്ന് പറഞ്ഞു. ഇതിന് പറഞ്ഞതായി മിസ്സിനൊരു ഓർമ്മ. ഇത് എങ്ങനെയാ കാഴ്ചക്കാരെ എങ്ങനെയാ വിശേഷിപ്പിച്ചേ? ബാക്കി രണ്ടെണ്ണം ചെയ്തില്ല അല്ലേ? തലനീട്ടി നോക്കുന്ന കാഴ്ചക്കാർ അല്ലേ? ഇതാരെ ഈ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നേ? നിത, ജോമൽ, all of you on your video. മിസ് ഇപ്പോ നമുക്ക് ക്ലാസ് കിട്ടീനെ. ഓക്കെ ഓക്കെ. മക്കളെ എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണേ. ടൈപ്പ് യുവർ പേജ് നമ്പർ 46. പേജ് നമ്പർ 46. അതായത് 46ാമത്തെ പേജിൽ നമ്മൾ എന്താ വർക്കുകളാണ് ചെയ്യുന്നത്. 3ാമത്തെ വർക്ക് വിശേഷണങ്ങൾ കണ്ടെത്താം. അപ്പൊ കാഴ്ചക്കാരന്റെ എന്താ? താറാവിനെ പോലെ തലനീട്ടി നോക്കുന്ന കാഴ്ചക്കാർ. അത് നമ്മൾ അന്ന് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നെക്സ്റ്റ് വെള്ളം. വെള്ളത്തിന് എങ്ങനെയാ വിശേഷിപ്പിച്ചിരിക്കുന്നേ? മിസ് കാഴ്ചക്കാരുടെ ഏതാ? കാഴ്ചക്കാരുടേത് താറാവിനെ പോലെ തലനീട്ടി നോക്കുന്ന കാഴ്ചക്കാർ. താറാവിനെ പോലെ തലനീട്ടി നോക്കുന്ന കാഴ്ചക്കാർ. ആ ടെക്സ്റ്റ് ബുക്കില് 44ാമത്തെ പേജിൽ നോക്കിയേ. അതിമനോഹരമായ ജലക്കാഴ്ചയാണിത് തുടങ്ങുന്ന പാരഗ്രാഫില്ലേ? മുകളിൽ നിന്ന് 1, 2, 3, 4ാമത്തെ പാരഗ്രാഫ്. അതിന്റെ 2ാമത്തെ വരി താറാവിനെ പോലെ തലനീട്ടി നോക്കുന്ന കാഴ്ചക്കാർ. കണ്ടോ എല്ലാവരും? ജൂലിയറ്റ് കണ്ടോ മോളെ? എല്ലാവരും കണ്ടോ? ആൻജോ കണ്ടോ? സിദ്ധു കണ്ടോ? പേജ് നമ്പർ 44. കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? യെസ്.
നിത നിത മോള് കണ്ടോ? നിതയുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ മോളെ? യെസ്. എവിടുന്ന കിട്ടിയേ? സോഫന്റെ അടിയിന്ന്. ആ മിസ് പറഞ്ഞതല്ലേ ബെഡിന്റെ അടിക്കോ സോഫയുടെ അടിക്കോ എല്ലാം നോക്കാൻ. ഓക്കെ, അപ്പൊ അവിടെ അത് കണ്ടോ? താറാവിനെ പോലെ തലനീട്ടി നോക്കുന്ന കാഴ്ചക്കാർ. രണ്ടാമത്തത് വെള്ളത്തിന്റെ ആണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ, ഇരുവശത്തേക്കും പകഞ്ഞു മാറുന്ന വെള്ളം തിരമാല കണക്കെ ഉയർന്നു പൊങ്ങുന്നു. അതാണ് വെള്ളത്തെ വിശേഷിപ്പിച്ചത് അല്ലേ? അത് കണ്ടോ നിങ്ങളെ? ഇപ്പൊ പറഞ്ഞ പാരഗ്രാഫിന്റെ തൊട്ട് താഴെയുള്ള പാരഗ്രാഫിൽ അതാ ലാസ്റ്റ് ലൈൻ. ഇരുവശത്തേക്കും വകഞ്ഞു മാറുന്ന വെള്ളം തിരമാല കണക്കെ ഉയർന്നു പൊങ്ങുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ. മിസ് ഇവിടെ എഴുതണോ? വേണ്ടല്ലോ, നിങ്ങൾ അതിൽ മാർക്ക് ചെയ്യൂലേ? ആ പറയാം. ഇരുവശത്തേക്കും വകഞ്ഞു മാറുന്ന വെള്ളം തിരമാല കണക്കെ ഉയർന്നു പൊങ്ങുന്നു. അത് ഏത് പാരഗ്രാഫ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. പേജ് നമ്പർ 44. അതായത് നമ്മൾ ഇപ്പൊ നേരത്തെ ചെയ്തില്ലേ, താറാവിനെ പോലെ തലനീട്ടി നിൽക്കുന്ന പാരഗ്രാഫ് കണ്ടോ ബെനീറ്റ? എന്നാ മോളെ ബെനീറ്റ എന്താ പറയുന്നത്? അത് മാത്രം ക്ലാസ്സിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എഴുതിയില്ല. നോക്കിയില്ല. ഇപ്പൊ പറഞ്ഞത് കണ്ടോ? ഇല്ല. അതായത് മുകളിൽ നിന്ന് 1 2 3 4 5ാമത്തെ പാരഗ്രാഫ് ഒന്ന് എണ്ണിയ മോള്. മുകളിൽ നിന്ന് 5ാമത്തെ പാരഗ്രാഫ് 44ാമത്തെ പേജിൽ മുകളിൽ നിന്ന് 5ാമത്തെ പാരഗ്രാഫിൽ ലാസ്റ്റ് ലൈൻ. ഇരുവശത്തേക്കും വകഞ്ഞു മാറുന്ന വെള്ളം തിരമാല കണക്കെ ഉയർന്നു പൊങ്ങുന്നു. ഇപ്പൊ കണ്ടോ ബെനീറ്റ? ഇപ്പൊ കണ്ടു. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, പിന്നീട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി കാണാത്തവരുണ്ടോ? നിഹാര, നിഹാര കണ്ടോ മോളെ? ഓക്കെ ഓക്കെ. ഷെസിൻ, മുഹമ്മദ് ഷെസിൻ കണ്ടോ? ഒരു മിനിറ്റ് മക്കളെ, മിസ് ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ നോക്കിയേ? ജലകണികകൾ. ജലകണികകൾ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കിയേ മക്കളെ. ജലകണികകൾ മുത്തുമണികൾ പോലെ ആകാശത്തേക്ക് ചിതറിത്തെറിക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ലൈൻ ആണ് പറഞ്ഞത്. അതിന്റെ ഫസ്റ്റ് ലൈൻ നോക്കിയേ. ജലകണികകൾ എന്താ? എനിക്ക് കിട്ടിയത്. എഡ്വിൻ തോമസിന് കിട്ടി. കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറഞ്ഞേ. ഏഞ്ചൽ റോസ് ബെഞ്ചമിൻ കിട്ടിയോ മോളെ? ഓക്കെ. ടോഷിൻ, നിതൊക്കെ കിട്ടിയില്ല മോളെ? ഇപ്പൊ നമ്മൾ എഴുതിയില്ലേ, നേരത്തെ എഴുതിയില്ലേ, തിരമാല കണക്കെ ഉയർന്നു പോകുന്ന പാരഗ്രാഫ് കണ്ടോ? ആ പാരഗ്രാഫിന്റെ ഏറ്റവും ഫസ്റ്റ് ലൈൻ നോക്കിയേ. അതിന്റെ ലൈൻ തുടങ്ങുന്ന പാരഗ്രാഫ് തുടങ്ങുന്ന ലൈൻ നോക്കിയേ മോള്. ജലകണികകൾ മുത്തുമണികൾ പോലെ ആകാശത്തേക്ക് ചിതറിത്തെറിക്കുന്നുണ്ട്. അപ്പൊ ജലകണികകളെ മുത്തുമണികളോടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓ എന്താ അറിയലോ? എന്നാ മോളെ? വെള്ളത്തിന്റെ കിട്ടിയിട്ടില്ല.
വെള്ളത്തിന്റെ ഇപ്പൊ പറഞ്ഞ പാരഗ്രാഫ് മോള് കണ്ടോ? ജലകണികകൾ മുത്തുമണികൾ പോലെ. പറയോ? റിലു അത് കണ്ടോ മോളെ? ഇല്ല. 44-ാമത്തെ പേജില് ജലകണികകൾ മുത്തുമണികൾ പോലെ തുടങ്ങുന്ന പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈൻ, ഇരുവശത്തേക്കും വകഞ്ഞു മാറുന്ന വെള്ളം തിരമാല കണക്കെ ഉയർന്നു പൊങ്ങുന്നു. ഇപ്പൊ പറഞ്ഞത് ഫസ്റ്റ് ലൈൻ, നേരത്തെ പറഞ്ഞത് ലാസ്റ്റ് ലൈൻ. മുഹമ്മദ് ഷാൻ മോന് കിട്ടിയോ? കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഹസ്ന എഴുതി മോളെ, കിട്ടിയോ? മിസ് എനിക്ക് ഇപ്പത്ര ക്ലാസ് കിട്ടിയത്. ആണോ? പേജ് നമ്പർ എത്ര? പേജ് നമ്പർ 46-ലെ നമ്മൾ വർക്ക്ഷീറ്റ് ആണ് ചെയ്യുന്നത്. 46 46-ാമത്തെ പേജില് 3-ാമത്തെ വിശേഷണങ്ങൾ കണ്ടെത്താം എന്ന വർക്കാണ് ഇപ്പൊ ചെയ്യുന്നത്. അതിൽ കാഴ്ചക്കാർ നമ്മൾ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വെള്ളം ജലഗണികളുടെയും വിശേഷണങ്ങളാണ് ഇപ്പൊ പറഞ്ഞേ. വെള്ളത്തിൻ്റെത് ഇരുവശത്തേക്കും വകഞ്ഞു മാറുന്ന വെള്ളം തിരമാല കണക്കെ ഉയർന്നു പോകുന്നു. അടുത്തത് ജലകണികകൾ മുത്തുമണികൾ പോലെ ആകാശത്തേക്ക് ചിതറിത്തെറിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ആയില്ലേ? ഓക്കെ. ഇനി 4-ാമത്തെ നോക്കിയേ, പൂരിപ്പിക്കാം. മത്സരം ഡേഷ് നിമിഷവും ആരംഭിക്കും. എന്താ? ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്കാണെങ്കിൽ പെട്ടെന്ന് അതിന് ഉത്തരം പറയാൻ പറ്റും. ഏത് നിമിഷവും. യെസ്. ആരാ പറഞ്ഞേ? ഏഞ്ചലാ? ഏത് നിമിഷവും. അതെ, ഏത് നിമിഷവും ഏതെന്ന് പൂരിപ്പിച്ചാ മതി. ഏത് എഴുതിയേ? ശരിക്കും ആവുന്നില്ല. കണ്ടോ മക്കളെ? മത്സരം ഏതു നിമിഷവും ആരംഭിക്കും. 2-ാമത്തെ നോക്കിയേ. എന്റെ പഠനത്തിനു വേണ്ടി അച്ഛൻ ഡേഷ് കാര്യവും ചെയ്തു തരും. എല്ലാ കാര്യവും. അതുണ്ടല്ലോ മക്കളെ, അതിന്റെ താഴെ നിങ്ങൾ കണ്ടോ? ഈ പൂരിപ്പിക്കലിന്റെ താഴെ ബ്രാക്കറ്റ് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. അതില് സ്യൂട്ടായതാണ് അവിടെ ചേർക്കേണ്ടത്. അപ്പൊ എന്തു, എത്ര, ഏതു, എപ്പോൾ, ആരുടെ. അപ്പൊ അതിന് പഠനത്തിനു വേണ്ടി അച്ഛൻ എന്തു കാര്യവും അത് നോക്കി എഴുതിയേ. അവിടെ നോക്കി എഴുതിക്കോ. എന്റെ പഠനത്തിന് വേണ്ടി അച്ഛൻ എന്തു കാര്യവും ചെയ്തു തരും. എഴുതിയില്ലേ? പെനീറ്റ് എഴുതി മോളെ. 3-ാമത്തത് ഡേഷ് മുഖത്ത് നോക്കിയും സത്യം പറയണം. എപ്പോഴും. ആരുടെ? സത്യം പറയാൻ നമ്മൾ ഒരിക്കലും പഠിക്കണ്ട. അത് ആരുടെ മുഖത്ത് നോക്കിയായാലും സത്യം പറയാം, അല്ലേ? ആരുടെ മുഖത്ത് നോക്കിയും സത്യം പറയണം. അതിനുള്ള ധൈര്യം നമുക്ക് എപ്പോ ഉണ്ടാകണം.
ജൂലിയറ്റ് പനിയൊക്കെ കുറഞ്ഞു മോളെ? ജൂലിയറ്റ് എഴുതിയോ? അടുത്ത് നോക്കിയേ നാലാമത്തെ. വീട്ടിൽ നിന്ന് പുറത്തുപോയി ഡേഷ് തിരിച്ചു വന്നാലും കാലും മുഖവും കഴുകി കയറാവൂ. എപ്പോൾ തിരിച്ചു വന്നാലും കാലും മുഖവും കഴുകി അകത്ത് കയറാവൂ. ഇപ്പൊ ഈ കൊറോണ കാലഘട്ടത്തിൽ കാലും മുഖവും കഴുകിയാൽ മാത്രം മതിയോ? കുളിക്ക് തന്നെ വേണം അല്ലേ? നന്നായി സോപ്പ് ഉപയോഗിച്ച് ഡ്രസ്സൊക്കെ എല്ലാം ഉപയോഗിച്ച് അന്നേരം ഉപയോഗിച്ച ഡ്രസ്സും മാസ്കും എല്ലാം അവിടെ ഉപേക്ഷിച്ച് നമ്മള് കുളിച്ച് ഫ്രഷായി നിൽക്കണം അല്ലേ? ഇപ്പൊ കയ്യും മുഖവും മാത്രം കഴുകിയാല് പുറത്ത് പോയതാണെങ്കിൽ, വീട്ടിൽ നിന്ന് പുറത്തു പോയി എപ്പോൾ തിരിച്ചു വന്നാലും കാലും മുഖവും കഴുകിയേ അകത്തു കയറാവൂ. മിസ് മൂന്നാമത്തെ കൂടി പറയാവോ? മൂന്നാമത്തത് ആരുടെ മുഖത്ത് നോക്കിയും, ഡേഷ് മുഖത്ത് നോക്കിയും സത്യം പറയണം. ആരുടെ മുഖത്ത് നോക്കിയും. എഡ്വിൻ കണ്ടില്ലേ മോനെ? അതിന്റെ തൊട്ട് താഴെ കുറെ വേർഡ്സ് കൊടുത്തത്. ഓക്കെ, ഞാനത് കംപ്ലീറ്റ് ചെയ്തു. വന്നാലും വീട്ടിൽ മിസ്സേ രണ്ടാമത്തെ രണ്ടാമത്തത് എന്റെ പഠനത്തിന് വേണ്ടി അച്ഛൻ എന്തു കാര്യവും ചെയ്തു തരും. എന്ത് വേണമെങ്കിലും ചെയ്തു തരും. പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പാരന്റ്സ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരും അല്ലേ? പഠിക്കാനാണെങ്കിൽ. അഞ്ചാമത്തെ ഒന്ന് പറയുവോ? അഞ്ചാമത്തെ പറയണത്രേ, പറയാം. അപ്പൊ 4 വരെ എല്ലാവർക്കും കംപ്ലീറ്റ് ആയോ? ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. കളി കാണുന്നതിനായി ഡേഷ് നേരവും കാത്തിരിക്കാം. എത്ര സമയം വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. മടുപ്പ് വരൂല അല്ലേ? ഭയങ്കര ആങ്ഷ്യസ് ആയി നമുക്ക് എന്താ കളി കാണാനുള്ള ഇൻട്രസ്റ്റോട് കൂടി എത്ര സമയം വേണമെങ്കിലും കാത്തിരിക്കാം. കളി കാണുന്നതിനായി എത്ര നേരവും കാത്തിരിക്കാം. അപ്പൊ ഒന്നാമത്തത് മത്സരം ഏത് നിമിഷവും ആരംഭിക്കും. രണ്ടാമത്തത് എന്റെ പഠനത്തിന് വേണ്ടി അച്ഛൻ എന്തു കാര്യവും ചെയ്തു തരും. മൂന്നാമത്തത് ആരുടെ മുഖത്ത് നോക്കിയും സത്യം പറയണം. നാലാമത്തത് വീട്ടിൽ നിന്നും പുറത്തുപോയി എപ്പോൾ തിരിച്ചു വന്നാലും കാലും മുഖവും കഴുകിയേ അകത്തു കയറാവൂ. അഞ്ചാമത്തത് കളി കാണുന്നതിനായി എത്ര നേരവും കാത്തിരിക്കാം. ഇപ്പൊ എല്ലാവരും എഴുതി ഫിനിഷ് ആയില്ലേ? ഓക്കെ, വെരി ഗുഡ്. മുഹമ്മദ് ഷാൻ എന്താ വീഡിയോ ഓഫ് ചെയ്തേ? അടുത്ത് നോക്കി, അന്വേഷിക്കാം കണ്ടെത്താം. സന ഭയങ്കര ആലോചനയാണല്ലോ. നേരെ നമ്മളെ ചാരി കിടക്കാതെ സ്റ്റേണായി ഇരുന്നേ. അടിവരയിട്ട പദം ശ്രദ്ധിക്കൂ. കരിനാഗത്തെ പോലെ ചീറി വരുന്ന കളിയോടങ്ങൾ. കരിനാഗം എന്നാൽ കറുത്ത നാഗം എന്നർത്ഥം. ഇങ്ങനെ കരി ചേർന്നു വരുന്ന ധാരാളം പദങ്ങൾ മലയാളത്തിലുണ്ട്. അവ കണ്ടെത്താമോ? ചോദ്യം മനസ്സിലായോ? കരിനാഗങ്ങളെ പോലെ ചീറി വരുന്ന കളിയോടങ്ങൾ, അതായത് നമ്മളെ വള്ളത്തിനെ എങ്ങനെയാ അത് ഉപമിച്ചിരിക്കുന്നേ? കരിനാഗവുമായി അല്ലെ? കറുത്ത പാമ്പ് എഴഞ്ഞു വരുന്നതിനെ പോലെയാണ് നമ്മുടെ വള്ളത്തിനെ ഉപമിച്ചിരിക്കുന്നത്. കരിനാഗത്തെ പോലെ ചീറി വരുന്ന കളിയോടങ്ങൾ. കരിനാഗം എന്നാൽ കറുത്ത നാഗം എന്നർത്ഥം. ഇങ്ങനെ കരി ചേർന്ന് വരുന്ന ധാരാളം പദങ്ങൾ മലയാളത്തിലുണ്ട്. കുറച്ചെണ്ണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാ ചോദിക്കുന്നേ. പറ്റുമോ? കരിങ്കല്ല്. അത് തരട്ടെ മിസ്, നിങ്ങൾ ചെയ്യോ? ഓക്കെ. എന്താ? എത്ര കാലിരുന്ന വാക്ക് എഴുതേണ്ടത്? അത്രയൊന്നും വേണ്ട. ഒരു
അഞ്ചെണ്ണം എഴുതിക്കോ. നിങ്ങൾക്ക് കിട്ടുന്നത്ര എഴുതിക്കോ. ഈസി ആണെങ്കിൽ കുറച്ചധികം എഴുതിക്കോ, ഇല്ലെങ്കിൽ ഒരു മിനിമം ഒരു 5 വാക്കെങ്കിലും. കരി വരുന്ന വാക്കുകൾ ഈസിയാണ്. ഇപ്പൊ എന്താ പറഞ്ഞ കരിങ്കണ്ണ്, കരിങ്കല്ല് അല്ലേ? ഓ നോട്ട് ബുക്കിൽ എഴുതിക്കോ മോനെ. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയതിന്റെ തൊട്ട് താഴെ എഴുതിക്കോ. നോട്ട് ബുക്കിൽ സ്പേസ് കുറവല്ലേ? അപ്പൊ അടുത്ത് നോക്കിയേ, ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാം. എന്താ ദൃക്സാക്ഷി വിവരണം എന്ന് പറഞ്ഞാല്? നമ്മള് കണ്ടുകൊണ്ടിരിക്കുമ്പോ കമന്ററി പറയലെന്ന് കേട്ടിട്ടില്ലേ? ഓ കായല്ല, കരി. കരി എന്ന് തുടങ്ങിയ വാക്കുകൾ. കാ മാത്രല്ല, കരി തുടങ്ങുന്ന വാക്കുകൾ. കരിന്ന് തുടങ്ങുന്ന വാക്കുകൾ മനസ്സിലായോ? നെക്സ്റ്റ് വൺ നോക്കി, ദൃക്സാക്ഷി വിവരണം എന്ന് പറഞ്ഞാല് കമന്ററി എന്ന് പറയും. നമ്മള് ഇപ്പൊ ക്രിക്കറ്റ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ കമന്ററി കേട്ടില്ലേ? സച്ചിൻ 6 അടിച്ചു, ധോനി ഇങ്ങ് വന്നു, അങ്ങ് പോയി എന്നൊക്കെ കേൾക്കുന്നില്ലേ? അപ്പൊ എന്തെങ്കിലും ഒരു മത്സരം ഉണ്ടാവുമ്പോ അതിന്, അതായത് കാണികളെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി, കാണികളെ വല്ലാണ്ട് ഇൻട്രസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി കമന്ററി പറയലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ മക്കളെ? ഫുട്ബോളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അതിനെയാണ് ദൃക്സാക്ഷി വിവരണം എന്ന് പറയുന്നത്. കണ്ടുകൊണ്ട് തന്നെ ലൈവായിട്ട് തന്നെ നമ്മൾ പറയുന്ന കമന്ററി, വിവരണം. സ്കൂളിൽ നടന്ന ഓട്ട മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കുകയാണ് മുനീറ. ഒരു കുട്ടി സ്കൂളിൽ നടന്ന ഓട്ട മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കുകയാണ്. ആദ്യ ഭാഗം അവൾ തയ്യാറാക്കിയിട്ടുണ്ട്, അത് താഴെ നൽകുന്നു, അത് പൂർത്തിയാക്കാമോ? കാര്യം മനസ്സിലായോ? മുനീറ സ്കൂളിൽ നടന്ന ഓട്ട മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കി പോലും. അതിന്റെ കുറച്ച് അവൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി നിങ്ങൾ പൂരിപ്പിക്കണം. അവൾ കണ്ടുപിടിച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. സാമുവൽ കേൾക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ സ്കൂളിലെ ഈ വർഷത്തെ കായിക ദിനത്തിന്റെ ഭാഗമായ ഓട്ട മത്സരം നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. ഗ്രൗണ്ടിൽ വരച്ചു വെച്ച 6 ട്രാക്കുകളിലും ഓട്ടക്കാർ നിരന്നു കഴിഞ്ഞു. അല്പം അകലെ വിസിൽ വിളിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് റഫറി. മത്സരം ഇപ്പോൾ. അവിടെ സ്റ്റോപ്പ് ആക്കി, ബാക്കി നിങ്ങൾ എഴുതണം. ബാക്കി എന്താ? മത്സരം ഇപ്പോൾ ആരംഭിക്കും. കാണികളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കണം. ആരും തന്നെ ആരും തന്നെ എഴുന്നേറ്റ് പോകാൻ പാടില്ല. എല്ലാവരും ഇപ്പൊ അങ്ങനെ വരും അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ കമന്ററി മക്കളെ? യെസ്, നോക്കട്ടെ ആരെ കമന്ററിയാ സൂപ്പർ ആവുന്ന ഞാൻ നോക്കട്ടെ. കമന്ററി എഴുതി മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, പേഴ്സണലായിട്ട് സെൻഡ് ചെയ്താൽ മതി. മനസ്സിലായോ? നോട്ടിൽ തന്നെ എഴുതിക്കോ. ഇങ്ങനെയുള്ള വർക്കുകളൊന്നും വേറെ എഴുതണമെന്നില്ല. നിങ്ങളുടെ നോട്ട് ബുക്കിൽ തന്നെ എഴുതുക, എന്നിട്ട് മിസ്സിനൊന്ന് സെൻഡ് ചെയ്ത് തരുക. പേഴ്സണലായിട്ട് സെൻഡ് ചെയ്ത് തരുക, ഗ്രൂപ്പിൽ ഇടണ്ട. എന്താ അറിയലോ? ദൃക്സാക്ഷി വിവരണം, അതായത് സ്കൂളിൽ നടന്ന ഓട്ട മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണമാണ് മുനീറ തയ്യാറാക്കിയത്. അപ്പൊ മുനീറ കുറച്ച് ഭാഗം മാത്രമേ എഴുതിയിട്ടുള്ളൂ, ബാക്കി നിങ്ങൾ പൂരിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ മുനീറ പൂരിപ്പിച്ചത്, അതായത് എഴുതിയത് കുറച്ച് ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിട്ടുള്ളത്? നമ്മുടെ സ്കൂളിലെ ഈ വർഷത്തെ കായിക ദിനത്തിന്റെ ഭാഗമായ ഓട്ട മത്സരം നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. ഗ്രൗണ്ടിൽ വരച്ചു വെച്ച 6 ട്രാക്കുകളിലും ഓട്ടക്കാർ നിരന്നു കഴിഞ്ഞു. അല്പം അകലെ വിസിൽ വിളിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് റഫറി. മത്സരം ഇപ്പോൾ നടക്കുന്നതാണ് അല്ലെ? എല്ലാവരും കാത്തിരിക്കുക അല്ലെ? മാക്സിമം അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുക. ആരാണ് ജയിക്കുക? നമ്മൾ വള്ളംകളി മത്സരത്തിന്റെ ഇത് നമ്മൾ വായിച്ചില്ലേ? ആരായിരിക്കും ഇവിടെ ജയിക്കാൻ പോകുന്നത് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് കാണികളെ വല്ലാണ്ട് ആവേശം കൊള്ളിക്കുന്ന രീതിയിലായിരിക്കണം കമാൻഡറി പറയേണ്ടത്. കേട്ടിട്ടില്ലേ നിങ്ങളെ? നോക്കട്ടെ ആർക്കാണ് ഇത്ര നീറ്റായി കമാൻഡറി എഴുതാൻ പറ്റുന്നതെന്ന്. എഡ്വിൻ തോമസ് കേട്ടില്ലേ മോനെ? യെസ്. സഫേൻ എന്താ കാണാത്തെ? സഫേനെ കാണുന്നില്ലല്ലോ മോളെ. സാമുവൽ മിസ് പറഞ്ഞത് കേട്ടോ മോനെ? അപ്പൊ വീഡിയോ ഓഫ് ആക്കിയത്.
മിസ് ഇപ്പൊ പറഞ്ഞതൊക്കെ മോൻ കേട്ടോ? യെസ്. അല്ല അത് കട്ടായി പോയി മിസ് നേരത്തെ. ആ ഇപ്പൊ കേട്ടോ? ഇപ്പൊ ഈ പറഞ്ഞ വർക്കുകളെല്ലാം കേട്ടോന്ന് ചോദിച്ചേ? എല്ലാം മനസ്സിലായോ? ഇതിപ്പോ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 6ാമത്തെ നിങ്ങൾ ചെയ്യണം, 5ാമത്തതും ചെയ്യണം. അത്രയേ ഉള്ളൂ അല്ലേ? ആ 2 നിങ്ങൾ ചെയ്ത് മിസ്സിന് സെൻഡ് ചെയ്ത് തരുക. മിസ്സിന് പേഴ്സണൽ ആയിട്ട് സെൻഡ് ചെയ്ത് തന്നാൽ മതി. നോക്കട്ടെ, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയാൽ മതി. നിങ്ങളെ വാക്യങ്ങളിൽ നിങ്ങളെ ശൈലിയിൽ നോക്കട്ടെ. ആരാധ്യ പ്രജിത്ത് എഴുതില്ല മോളെ? ഓക്കെ. നെക്സ്റ്റ് താഴത്ത് നോക്കിയേ, വായ്ത്താരി ചൊല്ലി രസിക്കാം. ഇത് ഞാൻ അന്ന് ക്ലാസ്സിൽ വായിച്ചതായിരുന്നു. ഇപ്പൊ എനക്കാരാവുന്ന വായിച്ചു തരുവാ? ആ വായ്ത്താരി ചൊല്ലി തന്നെ. ഒന്നാമത്തെ വായ്ത്താരി ഒന്ന് വായിച്ച മോളെ. മിസ്സും കൂടാ മോളെ, ഒപ്പം മിസ്സും കൂടാ. റെഡി? ആ വായ്ത്താരി ഒന്ന് വായിച്ചേ. 7ാമത്തെ അതൊന്ന് വായിച്ച മോള്. 1ാമത്തെ ലൈൻ കേട്ടിട്ടില്ലേ? പറഞ്ഞില്ല മറ്റേ വോയിസ് അയച്ചു തന്നാ മതി. എഴുതിയത് അല്ല, എഴുതിയത് ഫോട്ടോ അയച്ചെന്ന്. ഫോട്ടോ എടുത്തിട്ടെന്നാ മതി. അല്ല, നിങ്ങളെ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് കാണാൻ പറ്റും. കേട്ടോ? ഒന്ന് ചൊല്ലി, എല്ലാരും കൂടെ ഒന്ന് അൺമ്യൂട്ട് ആക്കി ചൊല്ലി. സഫ ചൊല്ലേ. അടുത്തത് തന്തിന്നന്താ. ചൊല്ലേ. നല്ല ട്യൂണാണ്. ഒന്ന് ഈണത്തിൽ എല്ലാരും കൂടെ ഒന്ന് ചൊല്ലിയേ. അത് ഓക്കെ. 2ാമത്തെ ചൊല്ലിയേ എല്ലാവരും. ചൊല്ലിനു എല്ലാവരും. ആവണി എല്ലാവരും ടൈപ്പ് ചെയ്യണേ മക്കളെ. ഇനി അത്രേ സമയമല്ലോ. ഉറക്ക വായിച്ചേ. അടുത്ത നോക്കിയേ. ലാല അലി ആരാ വായിക്കുന്നേ? അലൻ ഒന്ന് വായിച്ചത്. ലാലാലി ചൊല്ലടാ. ആദ്യത്തെ 2 നല്ല രസമുണ്ടല്ലേ? കുഴപ്പമില്ലല്ലോ. താഴത്തെ 2 അത്ര പോരാ അല്ലേ? എന്താ പാട്ട് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ വായ്ത്താരി നല്ല ഭംഗിയുണ്ടാവും കേൾക്കാൻ. സന ബേബി, നീ കുപ്പായൊന്നും ഇട്ടിട്ടില്ല മോളൂസേ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വർക്ക്ഷീറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് വേറൊരു കൃഷിപ്പാട്ടാണ് വരുന്നത്. അതിലും ഇതുപോലെ തന്നെ നാടൻ ശൈലിയിലുള്ള പാട്ട് തന്നെയാണ്.
അത് നമുക്ക് ഇതുപോലെ വായ്ത്താരി ചൊല്ലി ഈണത്ത് ചൊല്ലേണ്ടത് തന്നെയാണ്. അതാ ഇന്ന് എടുക്കാമെന്ന് മിസ് വിചാരിച്ചു. ഇനി ഏതായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് എടുക്കാം. ഇതെല്ലാവരും ഒന്ന് ചൊല്ലി പഠിക്കും കേട്ടോ. വെറുതെ വീട്ടിലിരിക്കുമ്പോ നല്ല രസല്ലേ? 2 വർക്കുകൾ ചെയ്ത് മിസ്സിന് സെൻഡ് ചെയ്യുക. പിന്നെ ഇത് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചാലേ ഇതുപോലെയുള്ള വർക്കുകളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റൂ. എല്ലാവരുടെയും നോട്ടും ടെക്സ്റ്റും കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ ഓക്കെ പറ. ഓക്കെ മിസ്. ഓക്കെ 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 മിസ്. ഓക്കെ ബൈ ബൈ. ബൈ. ബൈ മിസ്. ഒരു അറ്റൻഡൻസ് താങ്ക് യു. ഓക്കെ അറ്റൻഡൻസ് ഞാൻ നോക്കിയിട്ടില്ല. ചെയ്യണേ. അറ്റൻഡൻസ് ടൈപ്പ് മിസ് ഞാൻ ചെയ്യാൻ ആരാധ്യ എനിക്ക് പ്രസന്റ് ഇടാനായിട്ടില്ല. എന്ത് മോള് ചെയ്യാമത്തെ ഇപ്പിട്ടോ? അറിയില്ല. അറിയില്ലമേ. ഓ കുഴപ്പമില്ല. ആരാധ്യക്ക് അറിയില്ല ഇത്രയായിട്ട് മോളൂസേ. അവിടെ എന്താ ചാറ്റ് വിൻഡോ ഇല്ലേ? ചാറ്റ് എന്ന് കണ്ടോ മോള്? താഴെയുള്ളതില് വരുന്നില്ല. ആണോ? കുഴപ്പമില്ല, സാരില്ല. മിസ് പ്രസന്റ് ഇട്ടോളാം. ഓക്കെ മിസ്. ഓക്കെ ബൈ. താങ്ക് യു മിസ്. ബൈ മിസ്. വെൽക്കം. താങ്ക് യു മിസ്. ബൈ മിസ്. ബൈ.